CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയുക, ഒരു ജ്വലിക്കുന്ന മുഖം നഷ്ടമായി എന്നുള്ളതാണ് സത്യം. ദേശീയ രാഷ്ട്രീയത്തിൽ സീതാറാം യെച്ചൂരിയെ പോലെ ഒരു നേതാവ് ഇനി CPM-ന് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിനകത്ത് ഞാൻ സംശയം പ്രകടിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കരുത്ത് കുറഞ്ഞ സമയത്ത്, പാർട്ടി ഏറ്റവും കരുത്തില്ലാതെ നിൽക്കുന്ന സമയത്ത് നിലപാടുകൾ കൊണ്ട് കരുത്ത് കാണിക്കുന്ന ഒരു നേതാവായി സീതാറാം യെച്ചൂരി മാറി എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. ഈ അടുത്ത കാലങ്ങളിൽ ഈ പറഞ്ഞ നമ്പർ കുറഞ്ഞ സമയത്ത്, MP-മാരുടെ എണ്ണം കുറഞ്ഞ സമയത്ത്, രാജ്യസഭയിൽ എണ്ണം കുറഞ്ഞ സമയത്ത്, അതുപോലെ തന്നെ പാർട്ടി അണികളുടെ എണ്ണം കുറഞ്ഞ സമയത്ത്, ബംഗാളിലെ ശക്തി നഷ്ടപ്പെട്ട സമയത്ത്, ഈ സമയങ്ങളിലെല്ലാം സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ഒരാളാണ് സത്യം പറഞ്ഞാൽ ഡൽഹിയിൽ ഈ പറഞ്ഞ CPM-നെ ഇടതുപക്ഷത്തെ നയിച്ചെന്നുള്ളതാണ് സത്യം. ഈ ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് പറയുക, രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒരു വലങ്കായി ആയി നിന്ന ആൾ എന്നുള്ള നിലയ്ക്കാണ് സീതാറാം യെച്ചൂരിനെ ഇന്നത്തെ കാലം ഓർക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഭാവിയിൽ ഇനിയൊരു ഇന്ത്യ മുന്നണി സർക്കാർ വരികയാണെങ്കിൽ അതിൻ്റെ ചുമരിൽ എഴുതി വെക്കേണ്ട പേരും ഫോട്ടോയും ഈ പറയുന്ന സീതാറാം യെച്ചൂരിൻ്റെ ആയിരിക്കും. ഇന്നത്തെ കാലത്ത് സീതാറാം യെച്ചൂരി ഇല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഈ കാര്യത്തിനകത്ത് സംശയമുണ്ട്. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 21-ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്ന അന്ന് ഹോട്ടലിൽ നിന്ന് സീതാറാം യെച്ചൂരി ഇറങ്ങി വരുന്ന സമയത്ത് ഈ പറഞ്ഞ VS അച്യുതാനന്ദൻ ഒരു ആശംസ തരുന്നുണ്ട്. ആശംസ നേർന്നതോട് കൂടിയിട്ട് ആ പറഞ്ഞ SRP ആയിട്ടുള്ള മത്സരം നഷ്ടപ്പെടുകയും അങ്ങനെ ഒരു മത്സരം തന്നെ ഇല്ലാതാകുകയും ഈ പറഞ്ഞ സീതാറാം യെച്ചൂരി എന്താണ് പറയുക, ഈ പറഞ്ഞ ജനറൽ സെക്രട്ടറി ആയി പുറത്തേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഒരു കണക്കിൽ അതുകൊണ്ട് മാത്രം ആയിരിക്കാം, അതിന് ശേഷമായിരിക്കാം കൂടുതൽ മലയാളികളുമായിട്ടുള്ള ഒരു ബന്ധം സീതാറാം യെച്ചൂരിക്ക് വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ സ്മൃതി മാഡം പറഞ്ഞ പോലെ VS അച്യുതാനന്ദനും ഈ പറഞ്ഞ പിണറായി വിജയനും തമ്മിലുള്ള വിഭാഗീയതയുടെ ഒരു ഭാഗത്ത് നിന്ന് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആൾ, ജനങ്ങൾ നമ്മൾ സ്വന്തം VS എന്ന് വിളിക്കുന്ന ഒരാളുടെ ഒരു മനസ്സിലേക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് ഈ യെച്ചൂരി വന്നതോട് കൂടിയിട്ട് മലയാളികളുടെ ഒരു മനസ്സിലേക്കും കൂടി ഇദ്ദേഹം കയറി എന്നുള്ളതാണ്. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ സ്മൃതിമാനം പറഞ്ഞതുപോലെ തന്നെ ഈ ഗൗരവം കാണിക്കലാണ് ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര, മസിൽ കാണിക്കുന്നതാണ് മുഖമുദ്ര എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് ചിരിച്ച് കളിച്ച് തോളെ തട്ടി വർത്തമാനം പറയുന്ന ഒരു യെച്ചൂരി എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഈ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായിരിക്കാം. ആ അനുഭവം കുറേ ആൾക്കാർ ഇന്നത് ശീലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുൻപത്തെ നമ്മൾ ഏത് കമ്മ്യൂണിസ്റ്റ് മുതിർന്ന നേതാക്കന്മാരെ കണ്ടാലും ഒരു ഗൗരവമായിരിക്കുമല്ലോ. ആ ഗൗരവത്തിൻ്റെ ഒരു മാറ്റിയ ശൈലി കൊണ്ടുവന്ന് യെച്ചൂരി ആയിരുന്നു തോന്നുന്നുണ്ട്. കേരളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലുകൾ കൂടിയ സമയത്ത് ഞാൻ നമ്മുടെ ഈ പ്രകാശ് കാരാട്ടിലൊന്നും ഞാനത് കണ്ടിട്ടില്ല. അപ്പം ദേശീയ നേതൃത്വത്തിൽ അത്രയും ലാളിത്യമുള്ള ഒരു നേതാവ് ജനറൽ സെക്രട്ടറിയായി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനുദരണം സത്യം പറഞ്ഞാൽ കേരളത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പം ഇതുപോലെയുള്ള നേതാവിനെ CPM നഷ്ടം വരിക എന്ന് പറയുന്നത് വലിയ തീരാ നഷ്ടമായിരിക്കും. അതിന് ഏത് ആളെ വെച്ചിട്ട് ഇതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് അല്ല, നമ്മൾ മലയാളികൾ എപ്പോഴും ഫേസ് അദ്ദേഹം പഠിച്ചില്ല, അതെ, കേൾക്കുന്ന മലയാളമായിരിക്കും. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ VS-ന്റെ പോക്കറ്റിൽ ലെറ്റർ വെച്ച് കൊടുക്കാൻ അതിനും ഒരു ശൈലിയായിരുന്നു. എല്ലാത്തിനും ഒരു ശൈലിയാണല്ലോ. ഇവരൊക്കെ സംസാര സ്മൃതിയോടെ പറഞ്ഞ ഒരു ശൈലിയാണല്ലോ. അപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ തീരാ നഷ്ടം തന്നെയാണ് ഈ യെച്ചൂരിയുടെ വിയോഗം എന്നുള്ളതാണ് എൻ്റെ ഒരു Meet the editors.